ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയ SCERT വായിക്കുന്ന സീരീസിൽ നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആട്ടോ നോക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ബാക്കിയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞതാണ്. ഇതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. അപ്പോ 2/3 ഭാഗം എന്താണ്? ഭൂമിയുടെ 2/3 ഭാഗം എന്താണ്? സമുദ്രമാണെന്ന് ഓർത്തു വെക്കുക. ബാക്കിയുള്ളൂ ഏത്? കര. ഇനി വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഉയരമേറിയ പർവ്വതങ്ങള്, വിശാലമായ സമതലങ്ങള്, വിസ്തൃതമായ മരുഭൂമികള്, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. നൽകിയിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ചൊക്കെ ഇതില് എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? നമുക്ക് 7 കോണ്ടിനെന്റ്സ് ഉണ്ട് അല്ലെ. ഒന്ന് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ അല്ലെ. ഇന്ത്യ ഏത് വൻകരയിലാ? ഏഷ്യ വൻകരയിലാണ് ഏത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇനി ഉപഭൂഖണ്ഡം എന്താണ്? ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേർതിരിക്കുന്നത്. അപ്പൊ പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കേ ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേർതിരിക്കുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങള്, വിശാലമായ സമതലങ്ങള്, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങള്, തീരസമതലങ്ങൾ, അതുപോലെ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പൊ ഇതൊക്കെ പഠിച്ചു നോക്കുക. ഏതൊക്കെയുള്ളത്? ഉന്നതമായ പർവ്വത ശിഖരങ്ങള്, വിശാലമായ സമതലങ്ങള്, മരുഭൂമി പ്രദേശങ്ങള്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങള്, തീരസമതലങ്ങള്, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ പഠിച്ചു നോക്കുക. വടക്കേതാ? വടക്ക് ഹിമാലയമാണ്. കിഴക്കാണെങ്കിൽ ഏതാ? അരക്കൻ പർവ്വത നിരകള്. പടിഞ്ഞാറെ അതിർത്തിയിൽ ഏതാ? ഹിന്ദുകുഷ് പർവ്വത നിരയാണ്. തെക്കേ അറ്റത്താണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം. ചോദിക്കാം കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേത്, പടിഞ്ഞാറേത്, തെക്കേത്, വടക്കേത് എന്നൊക്കെ ചോദിക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തി ഏതാ? വടക്കേ അതിർത്തി ഹിമാലയൻ പർവ്വത നിര. കിഴക്കാണെങ്കിൽ ഏതാ? അരക്കൻ പർവ്വത നിര. പടിഞ്ഞാറാണെങ്കിൽ ഹിന്ദുകുഷ് പർവ്വതനിര. തെക്കാണെങ്കിൽ ഏതാ? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ചോദിച്ചാൽ ഏതാ? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി നൽകിയിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഇതില് ഇതാണ് നമുക്ക് തന്നിരുന്ന മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ? ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പിന്നെ പാകിസ്ഥാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അടിയിലായിട്ട് ഏതുണ്ട്? ശ്രീലങ്കയുമുണ്ട്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഓർത്തു നോക്കണേ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാനിൽ ഹിന്ദുകുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിര എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണ്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് വരുന്ന പർവ്വത നിരകൾ ചോദിച്ചാൽ ഏതൊക്കെയുള്ളത്? ഹിന്ദുകുഷ് പർവ്വതനിരയുണ്ട്, അതുപോലെ ഹിമാലയൻ പർവ്വതനിരയുണ്ട് അല്ലെ. ഇവിടെ പിക്ചർ കാണിച്ചു തരാം.
ഇതെവിടെ ഏതൊക്കെയുണ്ട്? ഹിന്ദുകുഷ് ഉണ്ട്, ടിയാൻഷൻ, പാമീർ പീഠഭൂമി, കുൻലുൻ, കാരക്കോറം, ലഡാക്ക് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെന്ന കാര്യം ഓർത്തു വെച്ചാൽ മതി. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരമേറിയിട്ടുള്ള മിക്ക കൊടുമുടികളും എവിടെ തന്നെയാണുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. ഇനി ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഹിമാലയ പർവ്വതത്തിന് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശമുണ്ട്. ഇതെങ്ങനെ രൂപീകൃതമായതാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് ഇത്രയും വിശാലമായിട്ടുള്ള സമതലം രൂപപ്പെടാൻ കാരണമായത്. ഉത്തര മഹാസമുദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫലപുഷ്ടമായ മണ്ണ്, നദികളാൽ ജനസമൃദ്ധമാണ്, നിരപ്പാർന്ന പ്രദേശമാണ്, അതുപോലെ ജനനിബിഡവുമാണ് ഇത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോളൂ, സവിശേഷതകളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ. ഫലപുഷ്ടമായ മണ്ണുണ്ട്, നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, നദികളാൽ ജലസമൃദ്ധമാണ്, ജനനിബിഡവുമാണ്. ഇനി ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗം പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമാണ് എന്തിനുള്ളത്? പീഠഭൂമികൾക്കുള്ളത്. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ ഏതാ? ത്രികോണാകൃതിയാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. വളരെ വിരളമായിട്ട് മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായിട്ടുള്ള കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നുണ്ട്. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ദിശ മാറുന്നവയുമാണ്. അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് ഏത് വാക്ക് രൂപപ്പെട്ടത്? മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. മൗസിം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഋതുക്കൾ എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നുണ്ട്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദിശ മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായിട്ടുള്ള അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആരതാ? അൽ മസൂദ് ട്ടോ. അൽ മസൂദിയുടെ കൃതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖക്കും അതായത് 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖക്കും അതായത് 23.5 തെക്ക് ഇടയില് മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം. അപ്പോൾ എന്താണ് അയനത്തിന് കാരണം എന്ന് പറയുന്നത്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ഇത് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിനായിട്ട് അനുഭവപ്പെടാൻ കാരണം. ഇനി സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിലെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നു. ഇനി ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുന്ന സമയത്ത് സമുദ്ര ഉപരിതലത്തിലെ വായു ചൂടുപിടിച്ചു വരികയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന്
തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇനി ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാലോ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? 1 അക്ഷാംശ സ്ഥാനം, 2 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഇത് കണ്ടുപിടിച്ചു വെക്കണം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഇനി പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. എന്താ പറഞ്ഞത്? ഉഷ്ണമേഖലയില് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ എന്തായിരിക്കും? മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയില് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം എന്തായിരിക്കും? പൊതുവെ കൂടുതലായിരിക്കും. ഇനി മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റിന്റെ ദിശക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറ് ചെരിവായ കേരളത്തില് ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടില് മഴ വളരെ കുറവാകാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. അതായത് ഇതാണ് അതിന്റെ മഴനിഴൽ പ്രദേശം എങ്ങനെയാണ് രൂപീകൃതമാകുന്ന ചെറിയ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വിശദീകരണമാണ് മോൾ തന്നത്. എന്താണെന്നത്? ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ വീശുന്ന സമയത്ത് ഈ മലനിര എന്ത് ചെയ്യും? ആ കാറ്റിന് ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് എവിടെ മഴ പെയ്യിക്കും? ഇവിടെ തന്നെ മഴ പെയ്യിക്കും. അപ്പൊ ഈ ഭാഗത്ത് എന്താവും? മഴ പെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് എന്ത് വിളിക്കുന്നത്? മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നത്. ഇനി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായിട്ട് മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. ഇനി സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ കാറ്റിന്റെ ദിശയും അതിന്റെ ജലാംശത്തിന്റെ അളവും എന്ത് ചെയ്യുന്നുണ്ട്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ജനങ്ങൾ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? ഇനി പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര സമതലത്തിലും മുഖ്യമായിട്ട് കൃഷി ചെയ്യുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതെന്ന് തിരിച്ചറിയുക. തന്നിരിക്കുന്നതില് പശ്ചിമഘട്ടത്തില് നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഏതാ കൃഷി ചെയ്യുന്നത്? ഏലമാണ് അല്ലെ? ഏലമാണ്. ഗോതമ്പ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ? കുറവല്ലേ? കുറവില്ല. ഇനി ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായിട്ട് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളുടെയും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായിട്ട് മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാനപ്പെട്ട ധാന്യവിളകള്. അപ്പോ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് നെല്ല് കൃഷി ചെയ്യുന്നത്. മഴ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ഏതാ? ഗോതമ്പുമാണ് കൃഷി ചെയ്യുന്നത്. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. അപ്പോ നല്ല ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഏതാ? നെല്ലാണ്. മിതമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പ്. മഴ തീരെ കുറവാണെങ്കിൽ ഏതാ? പയറുവർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന പട്ടിക ശ്രദ്ധിച്ചു വെച്ചോ, കാരണം ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. വിള നെല്ല്. ജലത്തിന്റെ ആവശ്യകത ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതക്കുന്ന മാസം ഏതാ? ജൂൺ മാസത്തിലാണ്. വിളവെടുക്കുന്ന മാസം ഏതാ? സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബറിൽ വിത്ത് വിതക്കുന്ന ഏതാ? ഗോതമ്പാണ്. അത് വിളവെടുക്കുന്ന ഏത് മാസത്തിലാ? മാർച്ച് മാസത്തിലാണ്. ഇനി മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ മാസത്തിലാണ് തണ്ണിമത്തൻ പോലുള്ള ജെയ്ത് വിളകൾ എന്നാ പറയാറ്. നമ്മുടെ ഈ പഴം പച്ചക്കറികളൊക്കെ ജെയ്ത് വിളകൾ എന്നാ പറയാറ്. അത് വിത്ത് വിതക്കുന്ന മാസം ഏപ്രിൽ മാസം, വിളവെടുക്കുന്നതാണെങ്കിൽ ജൂൺ മാസത്തിലാണ്. ഇനി
ജലത്തിന്റെ ആവശ്യകത നമ്മൾ പറഞ്ഞതാണ്. നെല്ലിനാണ് ഏറ്റവും കൂടുതൽ മഴ ആവശ്യം അല്ലെങ്കിൽ ജലം ആവശ്യം. മിതമായ തോതിൽ ഏതിന് വേണ്ടു? ഗോതമ്പിന് ആവശ്യമുള്ളൂ. വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യവും ആവശ്യമാണ് ഏതിന്? തണ്ണിമത്തൻ പോലുള്ള കൃഷികൾക്ക്. ഇനി വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓരോ വിളയും വിതക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് 3 കാർഷിക കാലങ്ങളുണ്ട്. ഒന്ന് ഖാരിഫ്, റാബി, സെയ്ദ്. 3 വിളകൾ ഓർത്തു വെക്കുക. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. ഒക്ടോബർ, നവംബർ മാസങ്ങൾ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായിട്ട് മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. അപ്പൊ ഈ കാലയളവ് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണേ. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത്, അതായത് നല്ല മഴയുള്ള സമയത്ത് പിന്നെ ഏതൊക്കെയാ? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഒക്ടോബർ, നവംബർ മാസത്തിൽ മൺസൂൺ വിടവാങ്ങുന്ന ആ സമയങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരുന്ന ആ സമയം കൂടിയാകുമ്പോൾ റാബി കാലമാണ്. അതായത് ഊഷ്മാവും ജലവും മിതമായിട്ട് ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായ കൃഷി ചെയ്യുന്നത്. ഫെബ്രുവരി മാസത്തോടെ എന്ത് ചെയ്യും? റാബി കാലം അവസാനിക്കും. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് ഇത് സൈദ് വിളകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാ അത്? തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ്താവനയിൽ തന്നേക്കാം. ഇന്ത്യയിൽ എന്തുണ്ട്? 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ എന്താണ്? പ്രകടമാണ്. ഇനി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളെ എങ്ങനെയെല്ലാം തരം തിരിക്കാമെന്ന് നോക്കാം. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൃദുധാന്യങ്ങളായിട്ടുള്ള നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായിട്ടുള്ള ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. അപ്പൊ ഭക്ഷ്യവിളകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? നെല്ല്, ഗോതമ്പ്, ബജ്ര, ചോളം, റാഗിയൊക്കെ എന്താണ്? ഭക്ഷ്യവിളകളാണ്. അതുപോലെ പയറ്, തുവര എന്നിവയിൽ എന്താണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങളാണ്. ഇനി നാണ്യവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകള്. വാണിജ്യാടിസ്ഥാനത്തില് വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഏത്? നാണ്യവിളകള്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുകൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പൊ നാണ്യവിളകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം. കരിമ്പ്, പുകയില, പരുത്തി, ചണം എന്താണ്? നാണ്യവിളകളാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഏത്? നാണ്യവിളകൾ എന്നറിയപ്പെടുന്നത്. ഇനി നാരുവിളകള്. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകള്. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നാരുകൾ നമുക്ക് നൽകുന്നതാണ് ഏത്? നാരുവിളകള്. അപ്പൊ പരുത്തി, ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ എന്ന് ഓർത്തു വെച്ചാൽ മതി അവിടെ. ഇനി എണ്ണക്കുരുക്കള്. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോ എണ്ണക്കുരുക്കൾ ഏതൊക്കെയാ? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരു കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക്, അതുപോലെ സോയാബീൻ, സൂര്യകാന്തി എന്നിവയൊക്കെ എന്താണ്? എണ്ണക്കുരുകളിൽ ഉൾപ്പെടുന്നതാണ്. ഇവക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇനി ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളൂ കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ.